പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീതരതിജം ഗരുണാഥമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം കൃതിഭാവയാമി. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മധുസൂദന വാര്യർ. ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്താൻ ഓർമ്മിപ്പിക്കുന്നു. പ്രിയരെ, ഗജേന്ദ്രൻ മോക്ഷം കഥയാണ് നമ്മൾ തുടങ്ങി വെച്ചത്. പൂർവ്വജന്മത്തിലത്തെ ഉപാസന കൊണ്ട് മറ്റാനകളേക്കാൾ ഒരു തലയെടുപ്പും എല്ലാം കൊണ്ടും ശ്രേഷ്ഠതയുമുള്ള ഈ ആന ത്രികൂടപർവ്വതം എന്ന് പറഞ്ഞ പർവ്വതത്തിൽ കൂടെ സഞ്ചരിച്ച് ചെറിയ ജീവികളെ രക്ഷിച്ചുകൊണ്ടും ക്രൂരജീവികളെ ഒക്കെ പേടിപ്പെടുത്തിക്കൊണ്ടും താനാണ് ഒരു രക്ഷാകർത്താവ് എന്ന നിലയ്ക്ക് അവിടെ കഴിഞ്ഞു വന്നപ്പോഴാണ് ശക്തനായൊരു മുതല അതിൻ്റെ കാലിൽ പിടിച്ച് താഴ്ത്തിയത്. പിടിയാനകളും കുട്ടിയാനകളുമെല്ലാം രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടതിനെ തുടർന്ന് അവരെല്ലാം പോയി. സർവേശ്വരനായിരിക്കുന്ന ഭഗവാനെ പൂർവ്വജന്മത്തിൽ ചെയ്ത ഉപാസന കൊണ്ട് ഓർത്ത് പൊയ്കയിലുള്ള താമരപ്പൂ കൊണ്ട് ഭഗവാനെ അർച്ചിക്കുകയാണ് ഗജേന്ദ്രൻ. ഓരോരോ സ്തോത്രം ചൊല്ലിയിട്ട് ഓരോരോ ഇത് അർപ്പിച്ചു എന്നാണ് സാധാരണ പറയാറ്. ആ സ്തുതിയാണ് ഓം നമോ ഭഗവതേ തസ്മയ്യതയേ തച്ചിദാത്മകം പുരുഷായാദിബീജായ പരേശായാഭിധീമകി. ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ഏത് ഭഗവാൻ? ചിത്തായിട്ടും അജിത്തായിട്ടും കാണുന്ന ഭഗവാൻ. ഈ ലോകത്തിൽ ചൈതന്യസ്വരൂപം മാത്രമായ പ്രപഞ്ചം ഉണ്ടാവില്ല. ജഡം മാത്രമായാലും പ്രപഞ്ചം ഉണ്ടാവില്ല. അന്വയാതിതരത ഭാഗവത ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു. ജഡവസ്തുക്കളും ചൈതന്യമായ ആത്മാവും ചേരുമ്പോൾ പ്രപഞ്ചം ഉണ്ടാവണം. ചൈതന്യം മാത്രമായ ഒന്നുമില്ല, ചൈതന്യം മാത്രമേ ഉള്ളൂ. ജഡം മാത്രമായ അനങ്ങില്ല, അനങ്ങാണ്ട് നിൽക്കുകയുള്ളൂ, പ്രപഞ്ചമില്ല. രണ്ടും കൂടി ചേരുമ്പോഴോ പ്രപഞ്ചാനുഭവങ്ങൾ ഉണ്ടാവുള്ളൂ. ഇതാണ് യഥേത ചിതാത്മകം പുരുഷായാദിബീജായ പരേശായാഭിധീമകി. ചിത്തായിട്ടും അചിത്തായിട്ടും ചിതാത്മകം. അതുപോലെ തന്നെ എല്ലാറ്റിനും മുമ്പേ ആദ്യമായി ഉണ്ടായതായ ആദിബീജായ, അതിൽ നിന്നാണ് ബാക്കിയൊക്കെയും ഉണ്ടായത്. മഹത്തത്വത്തിൽ നിന്നാണ് ബാക്കിയൊക്കെ ഉണ്ടാവുക. മഹത്തത്വം എവിടുന്നുണ്ടായി? അതിനും വേണമല്ലോ ഓരോ മൂലസ്ഥാനം. അത് ഭഗവാനാണ്. മായ ബാധിക്കാത്ത മായ പരേശായാഭിധീമകി. മായ ബാധിക്കാത്തതിനാണ് പരേശൻ. അങ്ങനത്തെ ഭഗവാനെ ഞാനിതാ മനസ്സിൽ ധ്യാനിക്കുന്നു. ഏതൊന്നിൽ നിന്ന് ഏതൊന്ന് മൂലമായിട്ട് ഏതായിട്ട് തന്നെ സ്വയമായി ഏതൊന്ന് കാരണത്താൽ ഉണ്ടായി, ആ സ്വയം ഉണ്ടായതായ ഭഗവാനെ ഞാനിതാ സ്മരിക്കുന്നു. ഭഗവാനിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായി. കാരണാരാ? ഭഗവാൻ തന്നെ. പ്രപഞ്ചം എന്താ? ഭഗവാൻ തന്നെയാണ് പ്രപഞ്ചം. ഏതൊന്ന് കാരണമായി ഏതൊന്നിനാൽ ഭഗവാൻ തന്നെയാണ് ഉണ്ടാവാനുള്ള ഉപാദാന കാരണമായിട്ടും തീരുന്നത്. ഭഗവാനാണ് കാരണം. അതേ സമയത്ത് ഉണ്ടാക്കിയ വസ്തു എന്താ ചോദിച്ചാൽ, പ്രപഞ്ചം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കണമെന്ന് വെച്ചാൽ പഞ്ചഭൂതങ്ങളാണ്. ആ പഞ്ചഭൂതങ്ങൾ എന്താ? ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഏതൊന്നിനാൽ ഉണ്ടാക്കി, ആരുണ്ടാക്കി, ഏതൊരു കാരണത്താൽ ഉണ്ടാക്കി, അതെല്ലാം സർവേശ്വര അങ്ങ് തന്നെയാണ്. അതാണ് അവിടെ യസ്മിന്നിദം യതശ്ചേദം. ഒരു കുംഭകാരൻ കുടം ഉണ്ടാക്കുമ്പോൾ കുംഭകാരൻ അവിടെ ഉണ്ടാക്കുന്ന കാരകനാണ്. ആ മണ്ണാണ് ഉപാദാന കാരണം. മണ്ണ് വേറെ, കുംഭകാരൻ വേറെ, അല്ലേ? പക്ഷെ ഇവിടെ അതില്ല എന്ന് പറയാണ്. ഇവിടെ കുംഭകാരൻ എന്ന് പറഞ്ഞാൽ ഭഗവാനാണ്, മണ്ണ് എന്ന് പറഞ്ഞാലും ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ തന്നെ ഭഗവാനെ കൊണ്ടാണ് പ്രപഞ്ചം. എന്നിട്ട് വല്ലാത്തൊരു സർക്കസാണ് അതല്ലേ. നമുക്കൊക്കെ നമ്മളെ കൊണ്ട് ഒന്നുണ്ടാക്കാൻ പറ്റുമോ? നമുക്ക് വേറൊരു സാധനം കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. സ്വർണം കൊണ്ട് ആഭരണം ഉണ്ടാക്കാം, മണ്ണ് കൊണ്ട് കുടം ഉണ്ടാക്കാം, മരം കൊണ്ട് ഫർണിച്ചർ ഉണ്ടാക്കാം. പക്ഷെ നമ്മളെ കൊണ്ടൊരു സാധനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഭഗവാൻ മാത്രമാണ് ആ സർക്കസ്, ആ വിദ്യ പറ്റിയത്. അതാണ് ഇവിടെ ആ ഏനേതെന്നുള്ളതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം. കാരണവും താൻ തന്നെയാണ്, കർത്താവും താൻ തന്നെയാണ്, അവിടെ റോ മെറ്റീരിയലും താൻ തന്നെയാണ്. ഈ ഉപാദാന കാരണം, യഥാർത്ഥ കാരണം എന്നൊക്കെ പറയണത്. യസ്വാത്മനീതം നിജമായയാർപ്പിതം ക്വചിത് വിഭാതം ക്വചത തിരോഹിതം. ചിലപ്പോൾ പ്രകാശിച്ചിട്ടും ചിലപ്പോൾ പ്രകാശിക്കാതെയും ഏതൊരു ഭഗവാനാണോ പ്രഥമ ദൃഷ്ട്യാ കാണാത്തത്,
ആ ഭഗവാൻ എനിക്ക് നേരിട്ടിരിക്കുന്ന വിഷമഘട്ടത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ. അത് നമുക്കൊക്കെ ബാധകമായ പ്രാർത്ഥനയില്ല. ഏതെങ്കിലും വിഷമഘട്ടത്തിൽ പോയി പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഗജേന്ദ്രസ്തുതി വളരെ നല്ലതാണ്. കേസാവാം, ഊരാൻ പറ്റാത്ത പ്രശ്നങ്ങളാവാം, സാമ്പത്തിക ബുദ്ധിമുട്ടാവാം, കടബാധ്യതയാവാം, പല പ്രശ്നങ്ങളും നമുക്ക് ചിലപ്പോൾ ഊരാൻ പറ്റാതെ ഉണ്ടായി എന്ന് വരും. അപ്പം അവിടെയൊക്കെ ഈ ഗജേന്ദ്രസ്തുതി. പിന്നെ രോഗം പറയാനില്ല, മാറാത്ത രോഗങ്ങൾ വന്ന് പെട്ടാൽ തന്നെ വിളിക്കുക ആരുമില്ലേ, കൃഷ്ണാന്ന് വിളിച്ചോളും, വിളിപ്പിക്കും ഭഗവാൻ. അപ്പോൾ അതിൽ നിന്നും ഒരു മരുന്നുകൊണ്ടൊന്നും മാറില്ല. ചിലതൊക്കെ ഒരു രക്ഷയില്ലാണ്ട് വരുമ്പോൾ തന്നെ വിളിക്കും നമ്മളല്ലേ. അപ്പം അങ്ങനെ ഘട്ടത്തിൽ നിന്ന് സർവേശ്വരാത്ത ആത്മമൂലോവതുമാം പരാത്പര, ആ ഭഗവാൻ എന്നെ രക്ഷിക്കണമേ. ഇപ്പോൾ ഗുരുവായൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ നല്ലോണം പ്രകാശിച്ചിട്ടാണ്. കൊച്ചത്തെ വിഭാതം പ്രകാശിക്കുന്നുണ്ട്. രാവിലെ മുതൽക്ക് രാത്രി വരെ അവിടെ നടക്കുന്ന അത്ഭുതങ്ങൾ കണ്ടറിയാം അവിടുത്തെ പ്രകാശം. ഏതൊരാളും ഗുരുവായൂരിനെ തള്ളി പറയില്ല. ഇനി വേറെ എന്ത് ക്ഷേത്രത്തിനെയും വിഗ്രഹാരാധനയും തള്ളി പറഞ്ഞാലും ഗുരുവായൂരപ്പനോട് കളിക്കാനുള്ള ധൈര്യമൊന്നും ആർക്കുമില്ല. അത്ര പ്രകാശിക്കേണ്ട വിഭാതം പ്രകാശിച്ചു കൊണ്ടേയിരിക്കുകയാണ് അവിടെ സദാ. നീ എന്നാണ് അവിടെ 24 മണിക്കൂർ നട തുറക്കേണ്ടി വരിക നിശ്ചയില്ല. ആൾ കൂടിയപ്പോൾ എന്താ ചെയ്യുക? നിയമങ്ങളൊക്കെ അവിടെ മാറ്റി തന്നെ, അല്ലാണ്ട് വഴിയൊന്നുമില്ല. അത്ര ആൾ വരണു എന്നർത്ഥം. മാറ്റണം എന്നല്ല പറയണത്. പിന്നെ ചിലപ്പോൾ തിരോഹിതമാണ്. നമ്മൾ വിളിച്ചാലും ഭഗവാന്റെ പ്രഭാവം എല്ലാ ദിക്കിലും കാണില്ല. ഈ വെള്ളം എല്ലാ ദിക്കിലും ഉണ്ടാവും ഇല്ലേ? പക്ഷെ ആ വെള്ളം എന്താ എല്ലാ ദിക്കിലും ഒരേപോലെ നമുക്ക് കുഴിച്ചാൽ കിട്ടാത്ത. ചില ദിക്കിൽ മാന്തിയ കിട്ടും, ചില ദിക്കിൽ 2 അടി മുക്കിയെടുക്ക പോലെ കിട്ടും, ചില ദിക്കിൽ 22 അടി കുഴിച്ചിട്ടും വെള്ളം കാണുന്നില്ല, പാറയാ. അപ്പോൾ വെള്ളം ഒരേ ലെവലിൽ തന്നെയാണ് നിൽക്കണമെന്നാണ് പറയണത് ശാസ്ത്രജ്ഞന്മാർ. വെള്ളം ലെവലാണല്ലോ, വലിയ ഉയർന്നതാണ് വെള്ളം നിൽക്കുമോ? വെള്ളം ഒരൊറ്റ ലെവലിലാണ് നിൽക്കുന്നത്. അതിന് സംശയമൊന്നുമില്ല. വെള്ളം ഉയർന്നിട്ട് നിൽക്കില്ല, താണിട്ട് നിൽക്കില്ല. വാട്ടർ ലെവൽ എന്ന് പറഞ്ഞിട്ടൊന്ന് കണക്കന്നെയുണ്ട്. അത് എവിടെയും ഒന്നാവുന്നതാണ്, എവിടെയും. പക്ഷെ അതിൻ്റെ മീതെയുള്ള മണ്ണ്, പാറ മുതലായതിൻ്റെ ആവരണങ്ങളാണ് കിണറുകൾക്ക് പല ആഴം ഉണ്ടാവാൻ കാരണം. പല ആഴങ്ങളാണല്ലോ പല കിണറിനും. അതിൻ്റെ കാരണം ആ മണ്ണിൻ്റെ അവസ്ഥയാണത്. അല്ലാതെ വെള്ളം ഒരൊറ്റ ലെവൽ തന്നെ പാലിക്കുള്ളൂ. അത് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. അതുപോലെ ഈശ്വരൻ എല്ലാ ദിക്കിലും പ്രകാശിക്കുന്നുണ്ട്. പക്ഷേ പല ദിക്കിലും പല രീതിയിലായിട്ട് കാണുന്നു. ദേവിയായിട്ട്, ശിവനായിട്ട്, ചില ദിക്കിൽ മുക്കിയെടുക്കണ പോലെ, ഗുരുവായൂരൊക്കെ മുക്കിയെടുത്താൽ കിട്ടണ പോലെ. ആരൊന്നും അവിടെ പോയാലും ആ ഒരു കുറച്ചെങ്കിലും ഭഗവാന്റെ പ്രഭാവം കിട്ടാതെ പോരില്ല. അജ്ഞന്മാരായിക്കോട്ടെ, കഴിവില്ലാത്തവരായിക്കോട്ടെ, ഉപാസനയ്ക്ക് കഴിവ് വേണമെന്നില്ല, അവിടെയാണ് പോയാൽ മതി. ഒന്നാണ് പോവുക. എത്ര അജ്ഞാനത്തിൽ നിൽക്കുന്ന ആൾക്കും ഭഗവാനെ കുറ്റം പറയണവരും അവരിലും കൂടി ഭഗവാൻ ഒരു ലേശം ഒരു കടാക്ഷം പൊഴിക്കുന്നതാണ്. ഇന്ന് നീ പറയേ കുറ്റം, നാളെ നീ എൻ്റെ അടുത്തേക്ക് വരും, നന്നാവ് എന്നേ എത്ര അപ്പോഴും ഭഗവാൻ പറയുള്ളൂ. വാ ഇങ്ങട്, നാളെ വാട്ടോ, ഒന്നുമില്ല, ഇന്ന് നീ എൻ്റെ കൂടെ ഇല്ല, വേണ്ട, നടക്ക് നഷ്ടം, എനിക്കെന്താണ്. പക്ഷെ നാളെ നീ വന്നാൽ ഞാൻ വേണ്ടെന്ന് പറയില്ല. അതാണ് ഭഗവാൻ. ഇന്നലെ വരെ നിന്ദിച്ചിട്ടുള്ള ഒരാൾ ഭഗവാന്റെ അടുത്തേക്ക് പോയാൽ ഇന്നലെ നീ അങ്ങനെയല്ലേ ചെയ്തതെന്ന് പറയില്ല. അതാണ് അവിടുത്തെ വിഭാതം, ആ ശക്തി. നിരീശ്വരരടക്കം അവിടുന്ന് ഈശ്വരവാദികളായിട്ടുള്ള എത്രയോ അനുഭവങ്ങളുണ്ട്. എന്നാൽ ചില ദിക്കിലോ കാണുന്നുമില്ല. അങ്ങനെയുള്ള ഭഗവാൻ എന്നെ രക്ഷിക്കട്ടെ. കാലേന പഞ്ചത്വമിതേഷു കൃഷ്ണശോ ലോകേഷു പാലേഷു ച സർവകേതുഷു തമസ്തരാസീൽ ഗനം ഗഗനം ഗഭീരം എത്തസ്യ പാരേ അഭിവിരാജതേ വിഭൂ. സർവേശ്വര, ഈ ലോകത്തിലുള്ളത് മുഴുവനും പഞ്ചത്വത്തെ പ്രാപിക്കുന്നതാണ്. പഞ്ചത്വം എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിനാണ് സംസ്കൃതത്തിൽ പഞ്ചത്വം ഗത എന്ന് പറയുക. പഞ്ചത്വം ഗത, പഞ്ചഭൂതങ്ങളായിട്ട് മാറൽ, അതാണ് ഈ പഞ്ചത്വം ഗത. ഏതാ പഞ്ചഭൂതം അല്ലാണ്ടേ ആവണത്? എല്ലാം പഞ്ചഭൂതമായി മാറുന്നതാണ്. ഒന്നും തന്നെ നശിക്കാത്തതായിട്ടില്ല. എന്നാൽ അതൊക്കെ നശിച്ചാലും നശിക്കാത്തതായിട്ട് എത്തത്യപാരേ അഭിവിരാജതേ വിഭൂ. ഇതെല്ലാം പോയാലും പിന്നെയും ബാക്കി ഉണ്ടാവുന്നതാണ് ഭഗവാൻ. നാശമില്ലാത്തവൻ എന്നർത്ഥം, സദാകാലത്തും വിളങ്ങുന്നവൻ. നയത്യദേവാർഷയപ്പദം ബദുർജന്തു പുനർഗോർഗതിഗന്ധുമീരിതും എന്ന് നമുക്ക് ബാധകമാണ് കേട്ടോ. ഋഷിമാരും ജ്ഞാനികളും സ്തുതിച്ച് കഴിയാത്ത മഹാത്മ്യമുണ്ട് ഭഗവാൻ. അതുകൊണ്ടാണ് ദേഷ്യം ഒതുങ്ങിയില്ല. പ്രഹ്ലാദ സ്തുതിയിൽ പറഞ്ഞു, ഇവരൊക്കെ ശ്രമിച്ചിട്ടും ഭഗവാൻ ആ സ്തുതി സ്വീകരിച്ചില്ല. പൂർണ്ണമല്ലാത്തതുകൊണ്ടാണല്ലോ സ്വീകരിക്കാതിരിക്കുക. അങ്ങനെയുള്ള ഒരു ഈശ്വര മഹാത്മ്യം ഒരു ജന്തു ആയിരിക്കുന്ന ഞാൻ എങ്ങനെ കീർത്തിക്കുക?
അയാൾ കീർത്തിച്ചത് ശരിയായിട്ടില്ല, അയാൾക്ക് സ്തുതിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അപ്പോൾ ഇതിൽ ആർക്കാ ഭഗവാനെ കീർത്തിക്കാൻ വയ്ക്കുക? ഏത് വാക്കാണ് അതിന് മതിയാവുക? അതുകൊണ്ട് ജന്തുവാണ്, നമ്മളൊക്കെയും ജന്തു തന്നെയാണ്. കിം പുനൽ മുച്ചതേ ജന്തുർജന്മ സംസാരബന്ധനാത്. നമ്മുടെ ചോദിച്ചിരിക്കുന്നു, ജന്തു എന്നവിടെ വിശേഷിപ്പിച്ചത് 2 തരത്തിലാവാം. കൈയും കാലുമുള്ള മനുഷ്യനല്ലാത്ത ജീവികൾക്കും സഹസ്രനാമം കേട്ട ഗുണമുണ്ടത്രേ. ഇനി മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ജന്തു തന്നെയാണ് പലർത്ഥത്തിൽ. ഈശ്വര വിചാരം ഇല്ലാത്തവരും കാര്യാകാര്യ വിചാരം ഇല്ലാത്ത മനുഷ്യനെ എന്താ പറയുക? ആ ജന്തുവിനോട് ഞാൻ കുറ പറഞ്ഞു, വല്ല മാറ്റമുണ്ടോ എന്ന് പറയാറുണ്ട്. അപ്പം ജന്തു ഇതൊക്കെ കേട്ടിട്ടും പറഞ്ഞിട്ടില്ല, കണ്ടാലും തിരിയ ചിലർക്ക് ഏതുമേ എന്നുള്ളതാണ് ജന്തു. അങ്ങനെയുള്ള നമുക്ക് എങ്ങനെ ഈശ്വരമാഹാത്മ്യം അങ്ങനെയുണ്ട് മനസ്സിലാവുക? നേരത്തെ അല്ലെ മറച്ചിരിക്കുകയാണല്ലോ ഭഗവാൻ തന്നെ. യഥാ നടത്തി ആഗതി വിജേട്ടതോ ദുരത്യാനു ക്രമണസമാവതു. അങ്ങനെ ആർക്കും തന്നെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ആ ഈശ്വരൻ, വിധു അറിയാത്ത ഭഗവാൻ, രൂപമില്ല, അതുകൊണ്ടാണല്ലോ അറിയാൻ കഴിയാത്ത. രൂപം ഉണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും അറിയാം, പിന്നെ എങ്ങനെ രക്ഷിക്കുക? അവിടെ ഇരിക്കാൻ തന്നെ എൻ്റെ അങ്ങനത്തെ ശക്തിക്ക് പറ്റൂ എന്നാണെങ്കിൽ അങ്ങനെയല്ല. ഏതെങ്കിലും ഒരു രൂപത്തിൽ വന്നിട്ട് എന്നെ രക്ഷിക്കാം സർവേശ്വര, അങ്ങേക്ക് കഴിയും. അതങ്ങ് അനവധി സന്ദർഭങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. നരസിംഹാവതാരം തന്നെ അതിന് തെളിവല്ലേ. രൂപമില്ലാത്ത ഭഗവാൻ അത്യത്ഭുത രൂപം, വേണമെങ്കിൽ അത്യുഗ്ര രൂപം എന്നും പറയാം, എടുത്തിട്ട് അവിടെ ചാടി വീണ് തൻ്റെ ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിച്ചില്ലേ. ബ്രഹ്മാവ് ഈ വരങ്ങളൊക്കെ കൊടുത്തപ്പോൾ വല്ലാതെ പരിഭ്രമിച്ചു. ഈ ദുഷ്ടനൊട്ടഞ്ഞി മരിക്കപ്പെടാതിരിക്കുമോ? താൻ കൊടുത്ത വരങ്ങൾ കാരണം ഈ ദുഷ്ടൻ ചിരഞ്ജീവിയായാൽ അതിൻ്റെ പഴി കേൾക്കേണ്ടത് ഞാനല്ലേ എന്ന് വിചാരിച്ചു ഇത്രയും ബ്രഹ്മാവ്. കൊടുത്തപ്പോഴാണ് തോന്നിയതേ. ചിലതൊക്കെ നമുക്ക് കഴിഞ്ഞിട്ട് അയ്യോ അങ്ങനെ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നാം. വല്ല കാര്യമുണ്ടോ? ഒരു തോന്നൽ. അപ്പം ഭഗവാൻ ഒരു മെസ്സേജ്, സന്ദേശം കൊടുത്തു. ഇന്നത്തെ മൊബൈൽ മെസ്സേജ് ഒന്നും അല്ല കേട്ടോ, അവർക്കൊക്കെ ഹൃദയത്തിൽ ഒരു മെസ്സേജ് കൊടുക്കാൻ പണ്ടൊരു അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്. ബ്രഹ്മാവേ, അങ്ങിപ്പോൾ വലിയ വരം കൊടുക്കണ ആളാണെന്ന് വിചാരിച്ച് അഹങ്കരിക്കണ്ടല്ലോ. എൻ്റെ ഭക്തനായിരിക്കുന്ന പ്രഹ്ലാദനെ എങ്ങാനും ഈ ദുഷ്ടൻ തൊട്ടാൽ അങ്ങയുടെ ഭക്തനാണെന്നൊന്നും ഞാൻ നോക്കില്ല. അവിടെ ചാടി വീണ്, വേണ്ട പോലെ വീണ് അവൻ്റെ കഥ ഞാൻ കഴിക്കും. അത് ഞാൻ അങ്ങയുടെ ഭക്തനല്ല, ആരുടെ ഭക്തനായാലും വേണ്ടില്ല, ആരായാലും വേണ്ടില്ല. എൻ്റെ ഭക്തനെ തൊട്ടാൽ ഈ വരത്തിനെയൊക്കെ ഞാൻ കാറ്റിൽ പറത്തുന്ന കാണിച്ചു തരാം. അങ്ങ് സമാധാനിച്ചിരുന്നോളൂ. അതുകൊണ്ട് അങ്ങ് വിഷമിക്കൊന്നും വേണ്ട, ഈ വരമൊക്കെ കൊടുത്ത് ബനെ അബദ്ധാക്കിന്ന് നല്ലൊരു വാണിങ്ങാണ്. അവിടെ ഞാൻ ചാടി വീണിരിക്കും. അതാണ് ഇവിടെ യഥാ നടസ്യാകൃതി. ഏതെങ്കിലും ഒരു വിധത്തിൽ രോഗം കൊണ്ട് വിഷമിക്കുന്ന ഒരാൾക്ക് മരുന്നായിട്ടാണ് ഭഗവാൻ വരിക. ഭക്ഷണം കിട്ടാതെ വിശക്കുന്ന ഒരാൾക്ക് ആഹാരമായിട്ടാണ് അവിടെ. ആഹാരം തന്നെയാണ് ഈശ്വരൻ. സംശയമുണ്ടോ? വേദന കൊണ്ട് പുളയുന്ന ഒരാൾക്ക് ഡോക്ടർ ആരാണ്? ദൈവമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ചില ഘട്ടത്തിൽ ദൈവം, ഇപ്പം എൻ്റെ ദൈവം അങ്ങാണ് ഡോക്ടറെ. കാലിലൊരു തരം വേദന അങ്ങോട്ട് വന്നപ്പോഴേ കൈ രണ്ടും ഇങ്ങോട്ട് പിടിച്ചു ഡോക്ടറുടെ, അങ്ങാണ് എൻ്റെ ദൈവം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാറി തന്നു കേട്ടോ, മാറ്റി തന്നു അദ്ദേഹം തന്നെ. അപ്പോൾ ആ ഡോക്ടറാണ് അവിടെ ദൈവം. ഒരു ആപത്തുനിന്ന് രക്ഷിച്ചാലോ ആ രക്ഷകനാണ് അവിടെ ഭഗവാൻ. ഇതൊക്കെ തന്നെയാണ് ഭഗവാൻ. 2 കൈയും ശംഖും ചക്രം എടുത്തിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുമോ? വരാൻ പറ്റുമോ ഇന്നത്തെ കാലത്ത്? അതൊക്കെ പണ്ട് കഥകളിലേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ തന്നെയാണ് അവർ. യഥാ നടസ്ത്യാകൃതി വിജേഷ്ടതോ. ഏതെങ്കിലും ഒരു രൂപത്തിൽ, ഒരു ഭാവത്തിൽ സർവേശ്വര, ഇപ്പം ഞാൻ പെട്ടുപോയ ഈ വിഷമത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേന്ന് പ്രാർത്ഥിക്കുകയാണ്. ദിദിക്ഷവോയത്യപദം സുമംഗളം വിമുക്തസംഗാമുനയസ്സു സാധവ. ഭാഗവതത്തെ ആ ശ്ലോകങ്ങളുടെയൊക്കെ ഒരു ഒഴുക്ക്, ഏത് ശ്ലോകം വിടേണ്ടതെന്ന് നമുക്ക് നിശ്ചയമുണ്ടാവില്ല. വിട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് തോന്നും. അത്ര ഒഴുക്കായിട്ട് കൂട്ടിക്കെട്ടിയ മാല, നല്ലൊരു മാല, അതിലത്തെ ഒരു പൂവാണ് എടുത്ത് മാറ്റിയാലോ ഒരു പല്ലാണ്ട് പോയ പോലെയാവും ഇല്ലേ? നമുക്ക് അങ്ങനെയാണത് തോന്നുന്നത്. ദിദിക്ഷവോയത്യപദം സുമംഗളം വിമുക്തസംഗാമുനയസ്സു സാധവ. സർവസംഘങ്ങളും വിട്ട് സജ്ജനങ്ങളായിട്ടുള്ള മഹർഷിമാർ ഏതൊരു ഭഗവാനെയാണ് ഉപാസിച്ച് പരമശാന്തിയെ പ്രാപിക്കുന്നത്, ആ ഭഗവാനാണ് എനിക്കിപ്പോൾ ഗതി. ഭൂതാത്മഭൂത സുഹൃതസമേ ഗതി. ആ ഭൂതങ്ങളുടെ ഉള്ളിലൊക്കെ നിൽക്കുന്നതായിട്ടുള്ള എല്ലാ ഭൂതത്തിൻ്റെയും ആത്മാവായിരിക്കുന്ന, എല്ലാ ചരാചരങ്ങളുടെ ഉള്ളിലും വിളങ്ങുന്ന ആ ഭഗവാനാണ്
ഇപ്പോൾ എനിക്ക് ആശ്രയം. ഇവരണ വിദ്യതേ യസ്യത ജന്മകർമ്മ വ നാമരൂപേ ഗുണദോഷയേവ വാ തഥാപി ലോകാപ്യേ സംഭവായ യത്വമായയാ താന്യനുകാലമൃച്ഛതി. ആ ഭഗവാന് ജന്മോല്ല, കർമ്മോല്ല, നാമോല്ല, രൂപമില്ല, ഗുണമില്ല, ദോഷമില്ല, ഒന്നുമില്ല. ഉപനിഷത്താണ് അതൊക്കെ, ഒന്നും കഥയില്ല കേട്ടോ. വിദ്യതേ, ജന്മമുണ്ടോ ചോദിച്ചാൽ ജന്മമില്ല, കർമ്മമുണ്ടോ ചോദിച്ചാൽ കർമ്മമില്ല, ഗുണമില്ല, ദോഷമില്ല, ഇതൊന്നും ഇല്ലാത്ത ഭഗവാൻ പിന്നെ എങ്ങനെയാണ് ഗുണദോഷങ്ങളിൽ ജന്മവും കർമ്മവും നമ്മൾ വർണ്ണിക്കണത്? കൃഷ്ണാവതാരം, നരസിംഹാവതാരം, രാമാവതാരം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതൊക്കെ ജനനല്ലേ? ഗർഭത്തിൽ ഭഗവാൻ ജനിച്ചിട്ടുമുണ്ട്. കൗസല്യ ഗർഭസ്ഥനാണ് രാമൻ, ദേവകീ ഗർഭസ്ഥനാണ് കൃഷ്ണൻ, മത്സ്യം കൂർമ്മൻ ഇതൊക്കെ ഗർഭപാത്രത്തിൽ ജനിച്ചിട്ടല്ലേ ജന്മമില്ല കർമ്മമില്ല എന്ന് പറയണു. അതെങ്ങനെയത്? ജന്മമില്ല കർമ്മമില്ല, അത് യഥാർത്ഥത്തിലുള്ള ഭഗവാന്റെ അവസ്ഥ. ലോകാപ്യ സംഭവായ, ലോകരക്ഷയ്ക്കായിക്കൊണ്ട് ഗർഭാവാസത്തെ അംഗീകരിക്കുന്നു. ചിലരൊക്കെ പറയും ഭഗവാന്റെ കർമ്മം കൊണ്ടാണ് ഭഗവാന് ഗർഭത്തിൽ ജനിക്കേണ്ടി വന്നത്. ദേവി ഭാഗവത് അങ്ങനെ കുറച്ചിങ്ങനെ വിഷ്ണുവിനെ ഇങ്ങനെ ഒന്നിങ്ങനെ താഴ്ത്തും. ദേവി മാത്രമേ ഉള്ളൂ ജന്മകർമ്മങ്ങൾക്ക് വിധേയയാവാത്തവൾ. ഇഷ്ടഭക്തന്മാരത് സമ്മതിക്കില്ല കേട്ടോ, അത്രയും കൂടെ സമ്മതിക്ക് വയ്യ. കാരണം നമ്മളെപ്പോലെ ജന്മകർമ്മങ്ങൾക്ക് അടിമപ്പെട്ടിട്ടാണോ ഭഗവാൻ ഗർഭത്തിൽ ജനിക്കുന്നത്? ഊഹിക്കാൻ പറ്റില്ല. പിന്നെ സ്വയം അതിൻ്റെ ഉള്ളിൽ താൻ പോയി ജനിക്കുകയാണ്. താനങ്ങോട് വേണ്ടാന്ന് വെച്ചാൽ അതൊന്നും ഉണ്ടാവില്ല. നമുക്കത് പറ്റുമോ? ഞാൻ നമ്മുടെ ഗർഭത്തിലൊന്ന് ജനിക്കട്ടെ വെച്ചിട്ടാണ്, എനിക്ക് അപ്പളേ വേണച്ചാൽ ഒഴിവാക്കായിരുന്നു, പറയാൻ പറ്റുമോ? നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളത് വിധിക്കപ്പെട്ടവനാണ്. നല്ലതായാലും ചീത്തയായാലും ആ ജന്മകർമ്മങ്ങളെ. ഭഗവാൻ അങ്ങനെ ഇല്ല കേട്ടോ, അതില്ല. അത് പ്രത്യേകിച്ച് മത്സ്യാവതാരത്തിൽ പരീക്ഷിച്ച് ചോദിക്കുമ്പോൾ ഉത്തരമായിട്ട് സുഖമാഷി പറഞ്ഞു, ഏത് ഗർഭത്തിൽ ജനിച്ചാലും ഭഗവാൻ ഉച്ചാവചത്വമില്ല പരീക്ഷിത്തെ. മത്സ്യമല്ല, ഈച്ചയല്ല, കൂർമ്മല്ല, ഇനി കീടായാലും ഭഗവാൻ തന്നെയാണ് കേട്ടോ. നമുക്ക് പറ്റുമോ? അപ്പോൾ ഈശ്വരൻ ആ കർമ്മത്തെയും ജന്മത്തെയും അംഗീകരിച്ചത് ഓരോരോ ലോകധർമ്മങ്ങൾ അനുഷ്ഠിക്കാനാണ്. ദുഷ്ടവധം, സജ്ജന സംരക്ഷണം, ധർമ്മസ്ഥാപനം, ഈ 3 ലക്ഷ്യം ഭഗവാനുണ്ട്. യഥാ ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത, അവിടെ പരിത്രാണായ സാധൂനാം വിനാശായ സുകൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ. ഈ 3 ലക്ഷ്യം എല്ലാ ജന്മകർമ്മങ്ങൾക്കും ഉണ്ട്. ജന്മകർമ്മം ഏച്ചേ ദിവ്യം ഏവന്യോ വേത്തി പാണ്ഡവ, എൻ്റെ ജന്മകർമാദികളെ ഏതൊരാൾ ഇപ്രകാരം മനസ്സിലാക്കുന്നുവോ അവൻ മോക്ഷത്തിന് അർഹനാണ്. താൻ ഗർഭത്തിൽ അടിമപ്പെട്ട് കർമ്മ ഫലങ്ങൾക്ക് ഭുജിക്കാനല്ല ജനിക്കുന്നത്, മറിച്ച് ലോകത്തെ രക്ഷിക്കാനും ധർമ്മസംസ്ഥാപനത്തിനും ദുഷ്ടവധത്തിനും സജ്ജന സംരക്ഷണത്തിനും 3 ലക്ഷ്യമുണ്ട്. 1 സജ്ജനങ്ങളെ രക്ഷിക്കുക, ദുർജനങ്ങളെ ശിക്ഷിക്കുക. 2 3 ധർമ്മം അങ്ങനെ സ്ഥാപിക്കുക. ഈ 3 ലക്ഷ്യത്താൽ ഭഗവാൻ സ്വയം അംഗീകരിച്ച ജന്മകർമ്മങ്ങളെ ഭഗവാനുള്ളൂ. കർമ്മബന്ധങ്ങൾക്ക് അടിമപ്പെട്ടിട്ടോ കർമ്മബന്ധങ്ങൾ വിധേയനായിട്ടോ അല്ല ഭഗവാന്റെ ജന്മം എന്നല്ല സ്വതേ പറയാം, അവതാരം എന്നാണ് പറയുക. ജന്മകർമ്മചമേ ദിവ്യം എന്ന് പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞാലത് അവതാരമാണ്. നമ്മുടെ അവതാരമാണോ? നമ്മുടെ ഒന്നും അവതാരമൊന്നും അല്ലാണോ? നമ്മളൊക്കെ ജന്മമാണ്, ഭഗവാന്റെ അവതാരമാണ്. വ്യത്യാസമുണ്ട് വളരെയധികം. ഇതാണ് നാരായണ ഭട്ടേരി ഈ സ്തുതികളൊക്കെ നാരായണീയത്തിൽ എന്തേ ഒഴിവാക്കിയെന്ന് ചോദിക്കേണ്ട ചിലർ. സ്തുതിയൊന്നുമില്ല, കഥ മാത്രമേ ഉള്ളൂ. അത് ഈ സ്തുതിയൊക്കെ എങ്ങനെ ചുരുക്കുക? ഭട്ടേരിപ്പാട് അവിടെ 1000 ശ്ലോകത്തിൽ ഇത് ഒതുക്കണം എന്ന് വിചാരിച്ചിട്ട് അത് എഴുതിയിരിക്കണേ. ഇതിൽ ഒതുങ്ങാൻ പറ്റുമോ? അതൊക്കെ ആനയെ കൊണ്ടേ തൊഴുത്ത് കെട്ടിയാൽ നിൽക്കാൻ പറ്റുമോ? അപ്പോൾ സ്തുതി വേണ്ടാന്ന് വെച്ചതാണ്, അല്ലാണ്ട് അതിനെ വർണ്ണിക്കേണ്ടാത്തതായിട്ടോ അദ്ദേഹത്തിന് പറ്റാത്തതുകൊണ്ടോ അല്ല. അതിനെ വർണ്ണിക്കാൻ തുടങ്ങിയ 1000 ശ്ലോകത്തിൽ 2000 ശ്ലോകത്തിലും ഇടയ്ക്ക് നിൽക്കില്ല. ഭാഗവതം എത്രയോ ശ്ലോകം? 18,000 അതുകൊണ്ടാണ്, അതാണ്ട് വിട്ടുകളയേ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. ഇനി വേറൊരു ഉത്തരമുള്ളത് നാരായണീയത്തിൻ്റെ 90 മുതൽ 100 വരെയുള്ള 10 ദശകത്ത് വായിച്ചു നോക്കുക. അതിൽ വരാത്ത സ്തുതി ഒന്നുമില്ല. യസ്മിന്നേതത് വിഭാതം ത്രൈലോക്യം ത്രീശാനാം എന്നൊക്കെ പറഞ്ഞ് നിഷ്കള ബ്രഹ്മോപാസനയായിട്ടൊരു 10 ശ്ലോകം 98 മുതൽ തന്നെ തുടങ്ങേണ്ട ആ രീതിയിലുള്ള വർണ്ണന. അതിൽ വരാത്ത ഒരൊറ്റ സ്തുതി. അപ്പോൾ ഒറ്റ സ്തുതി പോരെ? അതന്നെയാണ് എല്ലാറ്റിലും പറയണത്. അങ്ങനെ വിചാരിച്ചിട്ടും ആവാം
അദ്ദേഹം തുതിയെ നാരായണീയത്തിൽ കൊണ്ടുവരാതിരുന്നത് എന്നൊക്കെയാണ് പറയണത്. തസ്മൈ നമ പരേശായ ബ്രഹ്മണേ അനന്തശക്തയെ ബ്രഹ്മവും അനന്തശക്തിയും ആയിരിക്കുന്ന ഭഗവാന് നമസ്കാരം. സ്വരൂപമില്ലാത്ത ആശ്ചര്യ കർമ്മങ്ങൾ ചെയ്യുന്ന ഭഗവാന് നമസ്കാരം. അദ്ഭുതകർമ്മണേ എന്ന് പല ദിക്കിലും പറയാം. ആത്മപ്രദീപായ നമ, ആത്മജ്യോതിസായി നിലകൊള്ളുന്നവനും പരമാത്മാവും വാക്കുകൾക്ക് ദൂരത്ത് നിൽക്കുന്നതും ഗിരാംബിദൂരായ. വാക്കുകളെ കൊണ്ട് ശോഭിക്കുമോ എന്ന് ചോദിച്ചാൽ വാക്കുകളെ കൊണ്ട് ശോഭിക്കുന്നവർക്ക് ശോഭിക്കും, അത്രയേ ഉള്ളൂ. എത്ര ഭാഗവതം കേട്ടാലും അവിടെ ഇരുന്ന് ഉറങ്ങണവരുണ്ടാവാം, പരദൂഷണം പറയണവരുണ്ടാവാം, മൊബൈൽ കോൾ വന്നാൽ അതെടുത്ത് പോകണവരുണ്ടാവാം. അവർക്ക് ഈ വാക്ക് പ്രകാശിക്കുമോ? ഇല്ല. പ്രകാശിക്കുന്നവർക്ക് പ്രകാശിക്കും. അത് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട്. ആ വാക്കുകളുടെ കേമത്വം മാത്രമല്ല, അത് പോരാ. ഈ വാക്ക് ഈ പറയണവരിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ഈശ്വരൻ്റെ അനുഗ്രഹം വേണം. ഈ പറയണവർക്കത് വേണം, എന്നാലേ കേൾക്കണവർക്കത് ഉണ്ടാവുള്ളൂ. അവർക്കും അത് വേണം. അതുകൊണ്ട് ഇത് വെറും വാക്കുകൾക്ക് ഒന്നും ചെയ്യാൻ കഴിവില്ല. പിന്നെ പറഞ്ഞു സത്വേന പ്രതിലഭ്യായ, നിഷ്കാമകാമത്തിൽ കൂടിയിട്ട് ഏത് ഭഗവാനെയാണോ എത്തിക്കുന്നത് നമുക്കൈവല്യനാഥായ, മോക്ഷത്തിൻ്റെ ആസ്പദമായ ഭഗവാന് നമസ്കാരം. മോക്ഷസുഖം തന്നെ ആയിരിക്കുന്ന നിർവാണസുഖം ആയിരിക്കുന്ന ഭഗവാന് നമസ്കാരം. നമശാന്തായ ഘോരായ മൂഢായ ഗുണധർമ്മിണേ. ഭഗവാന്റെ അവതാരങ്ങൾ മൂന്നാക്കി തിരിച്ചിരിക്കുന്നു. ശാന്തായ സാത്വികാവതാരങ്ങളൊക്കെയാണ്. വാമനാവതാരം ഇതൊക്കെ സാത്വികാവതാരമാണ്. ഹംസാവതാരം എന്നൊക്കെ ഉള്ളതൊക്കെ ശാന്ത സാത്വികം. വാമനാവതാരം ഘോരായ നരസിംഹം, പരശുരാമൻ, ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, ഇതെല്ലാം ക്ഷത്രിയ അവതാരമായ ഘോരായ എന്ന് പറഞ്ഞാൽ രാജസാവതാരങ്ങൾ. പിന്നെ മൂഢായ ഭഗവാന്റെ അവതാരങ്ങൾ മത്സ്യം, കൂർമ്മം, പന്നി ഇതൊക്കെയുണ്ട് ഇല്ലേ? അതിനെയൊക്കെ നമ്മൾ മൂഢം, തമോ ഗുണ അവതാരങ്ങൾ. അപ്പോൾ സാത്വിക അവതാരങ്ങൾ, രാജസാവതാരങ്ങൾ ഘോരായ, മൂഢായ, താമസ, മൂന്നായിട്ട് ഭഗവാന്റെ അവതാരങ്ങളെ തിരിക്കാം. ജ്ഞാനസ്വരൂപം തന്നെയായ ഭഗവാന് നമസ്കാരം. ക്ഷേത്രജ്ഞ നമസ്തുഭ്യം. അത് ഗീതയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ഏതാണ് ക്ഷേത്രം? നമുക്കൊക്കെ ഒരു വലിയ തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട് എപ്പോഴും. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ചുറ്റമ്പലവും മണിയടിയും പൂജയും മുഖമണ്ഡപവും ഇതൊക്കെ ഉള്ളതാണ് ക്ഷേത്രം. ഒരിക്കലും ഗീതയെ അങ്ങനെ പറഞ്ഞിട്ടില്ല, നമ്മുടെ ശാസ്ത്രവും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യവിധീയതേ. ഇത് വായിച്ചും കൊണ്ടിരിക്കുമ്പോൾ ക്ഷേത്രത്തിന് മണിയടിച്ചാൽ പോണോരാ നമ്മൾ. ഈ ശരീരമാണ് ക്ഷേത്രം. ഇതിൻ്റെ ഉള്ളിൽ ഈശ്വരനുണ്ട്. മനസ്സാണ് ശ്രീകോവിൽ. ആത്മാത്വം ഗിരിജാമതി സഹചരപ്രാണ ശരീരം ഗൃഹം. ശിവാന്തലഗിരിയിൽ ഭഗവാൻ ശങ്കരാചാര്യർ പറഞ്ഞിരിക്കണു അല്ലേ? ശിവമാനസ പൂജ ചെയ്യണം തോന്നുന്നു. അല്ലേ? ആത്മാത്വം, ആത്മാവാണ് പരമേശ്വര അങ്ങ്. മനസ്സാണ് ശ്രീകോവിൽ, ഗിരിജയാണ് ബുദ്ധി. അപ്പോൾ ഈ ശരീരമല്ലേ ഒരു തരത്തിൽ നോക്കുമ്പോൾ ക്ഷേത്രം. ഇനി അവിടുന്ന് അങ്ങോട്ട് വായിച്ചു നോക്കൂ. ക്ഷേത്രജ്ഞ വിഭാഗം കൂടാതെ അർജുന ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. കല്ലും മണ്ണും തൂണും തുരുമ്പും പുല്ലും മരവും ക്ഷേത്രമാണ്. കാരണം അതിലൊക്കെ ഞാനുണ്ട്. ഞാനുള്ള സ്ഥലത്തിനല്ലേ നിങ്ങൾ ക്ഷേത്രം എന്ന് പറയണത്. എന്നാൽ ഞാനില്ലാത്ത സ്ഥലം എവിടെയാ? എവിടെയില്ല. ക്ഷേത്രജ്ഞായ നമസ്തുഭ്യം സർവാധ്യക്ഷായ ദാക്ഷിണേ. അതുകൊണ്ട് ഈ അമ്പലങ്ങളൊക്കെ ഒരു ഘട്ടം വരെ നമുക്ക് വേണ്ടു എന്നാണ് ഭാഗവതം പ്രത്യേകിച്ച് പറയുന്നുണ്ട്. 6-ാമത്തെ ദിവസം ഇനിയും വിഗ്രഹത്തിലും വെള്ളമുത്തിൽ പോയി മുങ്ങിയാലും തീർത്ഥയാത്രയ്ക്ക് പിന്നാലെ ഓടുന്നവർ കഴുതയ്ക്കും പശുവിനും സമാനമാണ്. ആദ്യഘട്ടത്തിൽ വേണം ആവാം. കുറേയൊക്കെ ഈ ഭാഗവതം വായിച്ചിട്ട് ഉപാസനയിൽ കൂടെ ഉയർന്ന് ആനന്ദം ഇതിലൊക്കെയാണ് നിൽക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പിന്നാലെ പോകേണ്ട അത്യാവശ്യമില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. പോവാം, വിരോധമില്ല എന്നേ ഉള്ളൂ. അല്ലാണ്ട് അതിനായിട്ടൊരു പ്രാധാന്യമൊന്നുമില്ല. ഞാൻ നിശ്ചയമായിട്ടൊരു സ്ഥലം വെച്ച് ക്ഷേത്രത്തിൽ പോവുക, ഇന്നാഴ്ച പോവുക, നാൾ ഒന്നും പതിവില്ല. എവിടെയും തൊഴുക. അപ്പോൾ നമുക്കേ ഇതിനെ ക്ഷേത്രത്തിൽ തന്നെ പോയിട്ട് ക്ഷേത്രത്തിന് വിരോധമായിട്ട് പറയല്ല. അത് ഇതൊക്കെ ഒരു ഘട്ടം വരെ മാത്രമേ വേണ്ടൂ. ആ ഘട്ടം നമ്മളല്ലാതെ ആവാം എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, എല്ലാ ദിക്കിലും ഈശ്വരനുണ്ട് എന്ന് ഉള്ളത് ആ അവസ്ഥയിലേക്ക് എത്തിയാൽ പിന്നെ അതിൻ്റെ പിന്നാലെ ഒരുപാട് നമ്മൾ നേഴ്സറി ക്ലാസ്സിലേക്കും 1-ാം ക്ലാസ്സിലേക്കുമായിട്ട് അതപ്പതിക്കരുത്. പിന്നെ ക്ഷേത്രങ്ങൾ വേണ്ടേ? അത് വേണ്ടവർ ചെയ്തോട്ടെ. നമ്മൾ 10-ാം ക്ലാസ്സിലെത്തി 1-ാം ക്ലാസ്സിൽ കുട്ടികൾ വേണ്ടെന്ന് പറഞ്ഞ അർത്ഥമുണ്ടോ? 1-ാം ക്ലാസ് അവിടെ വേണം, തീർച്ചയായിട്ടും വേണം. നമ്മളവിടെ പോയി ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇരിക്കുമോ നമ്മൾ? 10-ലെത്തിയോ 9-ലും 8-ലും ഒന്നും നമ്മൾ പോയി ഇരിക്കില്ലല്ലോ. എത്തിയെന്ന് എങ്ങനെ പറയാം?
അത്രയ്ക്കൊക്കെ ആയോ എന്നാണെങ്കിൽ എനിക്കതിന് പറയാണ്ട് ഒരു ഉത്തരം ഭാഗവതം എടുത്താലായി എന്നാണ്. ഭാഗവതം എടുത്താലായി. എന്നുവെച്ചാൽ ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണേവഹി എന്ന് ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ലേ, ഇത് ഈശ്വരനാണെന്ന്. അതിൽ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഭാഗവതം എടുക്കുക? ഭാഗവതത്തിൽ പറയണതിൽ വിശ്വാസം വേണമല്ലോ ഭാഗവതം എടുക്കണവർക്ക്. അപ്പോൾ നമ്മൾ ഈ ഭാഗവതം എടുത്താൽ ഈശ്വരൻ്റെ അടുത്ത് എത്തിയെന്ന് പറയാം. നമ്മുടെ കേമത്തല്ല, ഭാഗവതത്തിൻ്റെ കേമത്തം. കേമത്തം അതിനാണ് കേട്ടോ, കേമത്തൊന്നുമില്ല. ഉണ്ടോ? ആ ഈശ്വരൻ ആണ് ഞാൻ. ശ്രീമദ് ഭാഗവതം ഈശ്വരനാണ്, പ്രത്യക്ഷ കൃഷ്ണേവഹി ഭാഗവതത്തിൽ പറയണു. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് തന്നെ അല്ലേ നമ്മൾ എത്തി, തന്നെ നമ്മുടെ കയ്യിലിരിക്കണം, അതിൻ്റെ മുമ്പിലാണോ നമ്മളിരിക്കണം? ഇനി എന്തിനാ പിന്നാക്കം പോണത് എന്നൊരു ചോദ്യം കുറച്ചൊക്കെ അന്ന് വിടണം എന്ന് തന്നെ പറയണത്. അമ്പലങ്ങൾ മുഴുവൻ പോയി തൊഴുകണ്ട ആ പ്രാന്ത് എന്ന് പറയാം, അത് വേണ്ട. രാമായണം എടുത്തവർക്ക് എന്തിനാ നാലമ്പലം തൊഴുകണം? രാമായണം കയ്യിലുള്ളവർക്ക് അത് പോകേണ്ട ആവശ്യമുണ്ടോ? സത്യത്തിലൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതൊന്നൊക്കെ ഒന്ന് കയറണം. ക്ഷേത്രജ്ഞായ നമസ്തുഭ്യം സർവാധ്യക്ഷായ ദാക്ഷിണേ സർവേന്ദ്രിയ ഗുണത്രട്ടേ, എല്ലാ ഇന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിക്കുന്ന ഭഗവാന് നമസ്കാരം. ധ്രുവൻ തുതിച്ചു കയ്യിനെ പ്രവർത്തന ശക്തി നൽകുന്നതും വാക്കിനെ സ്തുതി ആയിട്ട് വലുതാക്കി അതിനെ നന്നാക്കുന്നതും അലങ്കരിക്കുന്നതും, കണ്ണിന് കാഴ്ചശക്തി തരുന്നതും, ചെവിക്ക് ചെവി ശ്രവണശക്തി നൽകുന്നതും. ആത്മാവ് പോയാൽ പിന്നെ ആ ശരീരത്തിന് ചെവി കേൾക്കുമോ? കണ്ണ് കാണുമോ? കണ്ണവിടെയുണ്ട്, ചെവി എവിടെയുണ്ട്? കാണില്ല. അതേപോലെ സർവേന്ദ്രിയ ഗുണദ്രഷ്ട്രേ, അതാണ് ആ വാക്കിനടുത്ത്. എല്ലാ ഇന്ദ്രിയങ്ങൾക്കും പ്രവർത്തനശേഷി നൽകിക്കൊണ്ട് കണ്ണിൻ്റെ അധിഷ്ഠാന ദേവതയായ തൊഷ്ടാവ് അതിലുണ്ടായാലേ കാണുള്ളൂ. കണ്ണിനെ നേത്രമാക്കി മാറ്റുന്നത് ഭഗവാനാണ്. കാഴ്ചശക്തിയുള്ള കണ്ണ് നേത്രം, കാഴ്ചശക്തി ഇല്ലാത്തത് വെറും കണ്ണ്. ശ്രവണശക്തിയുള്ളത് ശ്രോത്രം, ശ്രവണശക്തി ഇല്ലാത്തത് ചെവി. മരിച്ച ആൾക്ക് ചെവി ഉണ്ടാവും, ശ്രോത്രം ഉണ്ടാവില്ല. മരിച്ച ആൾക്ക് കണ്ണുണ്ടാവും, നേത്രം ഉണ്ടാവില്ല. അപ്പോൾ കണ്ണിനെ നേത്രമാക്കി മാറ്റുന്നത്, കയ്യിനെ പ്രവർത്തന ശക്തിയാക്കുന്നത് ഇന്ദ്രൻ ആണ്, ദേവത. അതെ സർവേശ്വര അങ്ങേക്ക് നമസ്കാരം. നമോ നമത്തെ അഖിലകാരണായ, എല്ലാ കാരണങ്ങൾക്കും കാരണമായിട്ടുള്ള ഭഗവാന് നമസ്കാരം. എന്നാൽ ഭഗവാന്റെ ഉണ്ടാവലിന് വേറെ വല്ലതും കാരണമായിട്ടുണ്ടോ? ഒന്നുമില്ലേ. നിഷ്കാരണായ അങ്ങനത്തെ ഭഗവാന് നമസ്കാരം. വേദങ്ങളിൽ വർണ്ണിക്കപ്പെട്ട മോക്ഷത്തിന് ആസ്പദമായ, നമോ അപവർഗായ, മോക്ഷത്തിന് ആസ്പദമായ ഭഗവാന് നമസ്കാരം. പിന്നെ ഗുണാരണിച്ചന്ന ചിദൂഷ്മമായ, ഗുണമാകുന്ന അരണി കടഞ്ഞും കൊണ്ട് അതിൽ നിന്ന് മാത്രം ദൃഷ്ടമായിട്ടുള്ള ഭഗവാൻ സ്വയം പ്രകാശ സ്വരൂപത്തോടു കൂടി കാണുന്നു. ഭഗവാനെ ശരിക്കും പറയാച്ച ഗുണമില്ല, നിർഗുണനാണ്. സാത്വിക രാജസ താമസ ഭാവങ്ങളില്ല. പക്ഷേ ഇത് ഏതെങ്കിലും ഒന്നുകൂടെ നമുക്കറിയാൻ പറ്റൂ. നിർഗുണനായിട്ടുള്ള ഭഗവാനെ അറിയാനുള്ള ശക്തി നമുക്കില്ല. ഇപ്പോൾ സാത്വിക അവതാരം നേരത്തെ പറഞ്ഞ പോലെ, രാജസാവതാരം, താമസാവതാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഗുണങ്ങളില്ലെങ്കിലും ആ ഗുണങ്ങളുടെ ക്ഷോഭം കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഏതൊരു കൂട്ടർക്കാണ് ഭഗവാനെ അറിയുക? മാതൃപ്രപന്ന പശുപാശ വിമോക്ഷണായ. അപ്പം മുതല പിടിച്ച് രക്ഷയില്ലാണ്ടാണ് ഞാൻ സഹിക്കാത്ത വേദനയോടുകൂടി കരയണത്. അങ്ങനെ വിഷമിക്കുന്നതായിട്ടുള്ളവർക്ക് ആ വിഷമത്തിൽ നിന്ന് മോക്ഷണം നൽകുന്നതായ, മോചനം നൽകുന്നതായിട്ടുള്ള ഭഗവാന് നമസ്കാരം. ശരണം പ്രാപിക്കുന്ന ഭക്തന് അഭയം കൊടുക്കുന്ന ഭഗവാന് നമസ്കാരം എന്ന് ചുരുക്കം. അപ്പോൾ ഏതൊരു കൂട്ടർക്ക് ഭഗവാനെ അറിയാൻ കഴിയില്ല? ആത്മാത്മജ, രണ്ടും പറഞ്ഞിരിക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ. ആത്മാത്മജാപ്ത ഗൃഹവിത്ത ജനേഷു സക്തൈ. എപ്പോഴും ഈ കാശ് എണ്ണിയിരിക്കുക. പണിയില്ലൂ. നേരം വിളിച്ചായ പാസ്ബുക്കിൽ ഇൻട്രസ്റ്റ് എത്രയായി ചെക്ക് ചെയ്യുക. ഈ പൈസയെക്കുറിച്ച് ആത്മാ എന്ന ശരീരം, അവിടെ ആത്മാവെന്ന് പറഞ്ഞ ശരീരം നടത്തേണ്ട. ആത്മാവെന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. ആത്മജൻ, പുത്രൻ, എൻ്റെ മകൻ, ഞാൻ, പൈസ, ഇവയെക്കുറിച്ച് ബന്ധുക്കൾ, അർത്ഥഗൃഹപുത്രാദി എന്നിവയിൽ ബന്ധിച്ചവനുലകിൽ നിന്തത്വമോർക്കുലകിൽ അന്ധന്നു കാട്ടിയൊരു കണ്ണാടി പോലെ വരും. എന്നാൽ കൊലാമമജ നാരായണായ നമ. നാമകീർത്തനകാരനെല്ലാം കൊടുക്കുന്നുണ്ടതിൽ. എൻ്റെ ഭാര്യ, എൻ്റെ വീടൽ ഗൃഹായ മേ മേ പശവശ്ച മേ മേ ക്ഷേത്രച്ച മേ മേ ലേ ദാരച്ച മേ മേ. എൻ്റെ ഭാര്യ, എൻ്റെ വീട്, എൻ്റെ പുത്രൻ, എൻ്റെ കൃഷിസ്ഥലം. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കൃഷിസ്ഥലം. ഇങ്ങനെ വിചാരിക്കുന്നവർക്ക് ഒരു കാലത്തും ഈശ്വരനോട് കൂടി അടുക്കാൻ കഴിയില്ല. ഇതൊക്കെ ഈ പ്രപഞ്ചത്തിൽ ഉള്ളപ്പോൾ മാത്രമേ ഉള്ളൂ. ഇതിനപ്പുറത്തേക്ക് വല്ലതും ഉണ്ടോ? ഇവിടെ ഇട്ട് പോകണം ഇല്ലേ? ഭാര്യയായാലും മക്കളായാലും ശരീരം, കളത്രം, ധനം, ബന്ധുവർ എല്ലാം ഇവിടെ വിട്ടിട്ട് ഏകോ ഗമിഷ്യാമി പോണ്ടവരാ നമ്മൾ.
ആ ഒരു ബോധമുള്ളവർക്ക് ഈശ്വരതത്വം പ്രകാശിക്കും. അല്ലാണ്ട് ഇതൊക്കെ തന്നെയാണ് സത്യം എന്ന് വിചാരിക്കുന്നവർക്ക് ദുഷ്പ്രാപണായ ഒരു കാരണവശാലും തെളിയില്ല. ധർമാർത്ഥ ചിന്തകൾ വിട്ട ഏതൊരാൾ ഭഗവാനെ ഭജിക്കുന്നുവോ അവർക്ക് പ്രാപ്യമായിട്ടുള്ള ഭഗവാൻ നമസ്കാരം. ഈ വിഷമത്തിൽ നിന്ന് തന്നെ രക്ഷിക്കണേ. ധർമാർത്ഥ വിമുക്തി കാമ കിം കരോതുമേത് അഭ്രതയോ വിമോക്ഷണം. ധർമാർത്ഥകാമങ്ങൾ വിട്ട് അതിൻ്റെ അപ്പുറത്താണ് ഈശ്വരൻ എന്ന് കരുതുന്നവർക്ക് അനുഗ്രഹം കൊടുക്കുന്ന ഭഗവാൻ നമസ്കാരം. ഇവരാണ് അത്യത്ഭുതന്തൽ ചരിതം സുമംഗളം. എല്ലാവരെയും ചെല്ലണില്ല. ഭഗവാന്റെ കഥകൾ ധാരാളമായിട്ട് പറയുക, കേൾക്കുക. ഇത് തന്നെയാണ് ഈശ്വരനെ കിട്ടാനുള്ള മാർഗം. തപസ് അതുപോലെ മറ്റു കാര്യങ്ങൾ, യോഗം, ധ്യാനം എല്ലാം സാധാരണക്കാർക്ക് എളുപ്പമല്ല. എന്നാൽ കഥകൾ കേൾക്കാൻ അവിടെ ഇരിക്കേ വേണ്ടൂ. ഗായന്ത ആനന്ദ സമുദ്രമഗ്ന ഇത്രയേ വേണ്ടൂ ഇത്ര ഈശ്വരനെ ലഭിക്കാൻ. അവിടെ ഈശ്വര കഥകൾ പറഞ്ഞും കൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങിയാലടക്കം അവന് മുക്തി ഉണ്ട് എന്നാണ്. നമ്മൾ പരിഹാസിക്കും ചിലപ്പോൾ മഹാപാപം കൊണ്ടാണ് ഉറങ്ങണമെന്ന്. അല്ല കേട്ടോ, പലരും കണ്ടുപിടിച്ചിരിക്കുന്നു ആ സത്സംഗത്തിലുള്ള ഉറക്കം അങ്ങനെ കാണരുത് എന്നാണ്. കാരണം നമ്മളെപ്പോഴാണ് ഉറങ്ങുക? സമയമല്ല ചോദിച്ചത്, എങ്ങനെയായാലും ഉറങ്ങുക ശാന്തി കിട്ടുമ്പോൾ. അല്ലാത്തപ്പോൾ ഉറങ്ങും. അയ്യോ എന്നാലും ഞാൻ ഉറങ്ങിയില്ല അതാലോചിച്ചിട്ട്. ഉറക്കം എപ്പോഴാണ് വരിക? സമാധാനം ഉണ്ടാകുമ്പോൾ. ഈ ഈശ്വര കഥകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ജീവൻ സുഖം അനുഭവിക്കേണ്ടത്രേ. നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിലും കൂടിയും ഇതിൻ്റെ ഉള്ളിലത്തെ ജീവന് അതറിയാവുന്നതാണ്. അതിന് ബുദ്ധിയുണ്ട്, ജീവൻ അറിവുണ്ട് എന്നാണ്. അപ്പം അത്ര ശാന്തി ലഭിക്കുകൊണ്ടാണ് നമുക്ക് ഭാഗവതത്തിൻ്റെ മുമ്പിൽ നിന്ന് ഉറങ്ങാൻ സാധിക്കുന്നത്. അത് നിഷേധിക്കാൻ പറ്റുമോ? അപ്പോൾ അവിടെ വന്ന് ഉറങ്ങിയാൽ അടക്കം കിട്ടും ഗുണം എന്നാണ്. അതൊരു തമോ ഗുണമായിട്ട് കാണണ്ടെന്നാണ് പലരും. ഇപ്പം അറിവുള്ളവരാ പറയണത്. അവിടുത്തെ ഉറക്കത്തിന് പ്രത്യേക സുഖമുണ്ട്. നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ഒരു സ്വപ്നവും കാണില്ല. ഏറ്റവും നല്ല ഉറക്കമാണ്. ഉറക്കം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടാത്തൊരു സംഗതിയല്ലല്ലോ. അപ്പോൾ അത് ലഭിക്കുന്നു. തമക്ഷരം ബ്രഹ്മപരം പരേശമവ്യക്തം ആധ്യാത്മിക യോഗഗമ്യം. ആധ്യാത്മിക മാർഗത്തിൽ കൂടെ മാത്രം ലഭിക്കുന്നതും ബ്രഹ്മാതി ദേവന്മാർക്കൊന്നും അത്ര വേഗം പ്രാപ്യമല്ലായിടത്തും സൂര്യൻ്റെ ഒരു ശക്തി അതിൽ നിന്ന് പോയാൽ ആ സൂര്യനൊരു കുറവ് സംഭവിക്കില്ല. ഒരു രശ്മിക്ക് സൂര്യന് വല്ല നഷ്ടമുണ്ടോ? ഒരു രശ്മി എന്ന് പറഞ്ഞാൽ സൂര്യനെ സംബന്ധിച്ച് ഒന്നുമല്ല. അതുപോലെ ഭഗവാനിൽ നിന്നുള്ള ഈ പ്രപഞ്ചത്തിലത്തെ ഒന്നും തന്നെ ഭഗവാനെ കുറയ്ക്കുന്നില്ല. ഒരംശം മാത്രമാണ് ഈ പ്രപഞ്ചം, ചെറിയൊരംശം. വിഭൂതിയോഗം വായിച്ചറിയാം അർജുന, ഈ 14 ലോകങ്ങൾ എൻ്റെ 0.000000 സംതിങ് ആണ് കേട്ടോ. 14 ലോകങ്ങളെ എൻ്റെ എത്രയോ ചെറിയൊരംശമാണ്. അങ്ങനെയുള്ള ആ ഭഗവാൻ ദേവനോ അസുരനോ മനുഷ്യനോ തിര്യക്കോ അല്ല. ന സ്ത്രീന ഷണ്ടോ ന പുമാന്ന ജന്തു. അതിന് അസഖ്യ വേഗത്തോടുകൂടി ശക്തിത്രയത്തോടുകൂടി യോഗമാർഗത്തിൽ കൂടി പ്രാപിക്കേണ്ടതായിട്ടുള്ള തന്തുരത്തയ മാഹാത്മ്യം ഭഗവന്തമിതോസ്മ്യഹം. ആ ഭഗവാനെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു. 28 ശ്ലോകമാണ് ഗജേന്ദ്രസ്തുതി. എല്ലാ സ്തുതികളും ഉപനിഷത്ത് വാക്യങ്ങളിൽ ആശയങ്ങൾ ഒതുങ്ങിയതാണ്. പ്രകാരം സ്തുതിക്കപ്പെട്ട ആ താമരപ്പൂവ് അങ്ങോട്ട് അർച്ചിക്കുകയാണ്. തുമ്പിക്കൈ ഒഴികെ ബാക്കിയൊക്കെ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു. ആ താമരപ്പൂവ് അർച്ചിക്കാനുള്ള ശക്തിയില്ല, കുഴഞ്ഞ് വീഴുകയാണ്. ചുങ്കൂടിയിട്ട് കഴിഞ്ഞാൽ താമര വീഴുകയായി ശക്തിയില്ലാതെ. അപ്പോഴൊക്കെയാണ് ഭഗവാൻ തം തത്പദാർത്ഥമുപലഭ്യ ജഗന്നിവാസ. ജഗന്നിവാസനായിരിക്കുന്ന ഭഗവാൻ ആ സ്തോത്രം അങ്ങോട്ട് കേട്ടില്ലേ? തത്രാഖിലാമരമയോ കരിരാവിരാസീത് നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഏതായാലും മരിക്കുകയാണെച്ചാൽ ഈ നാമം ചൊല്ലിയിട്ട് മരിക്കാമെന്ന് വിചാരിച്ചു. രക്ഷപ്പെടില്ല എന്ന് തന്നെ തോന്നണം. ലാസ്റ്റായി അവസാന ഘട്ടമായില്ലോ. ഭഗവാനെ കാണുന്നില്ല. യാതൊരു ഭഗവാന്റെ അനുഗ്രഹമോ ശബ്ദമോ നീക്കോ കാണാനില്ല. ആയിക്കോട്ടെ, മരിച്ചോട്ടെ. എന്നാൽ എനിക്കൊരു പ്രാർത്ഥനയുണ്ട്. ഇനിയെങ്കിലും ഇത്തരം ഒരു ശരീരത്തിൽ, ഒരു ആനയുടെ ശരീരത്തിൽ ഞാൻ പോയിട്ട് പെടരുതേ. ആനയുടെ ശരീരത്തിൽ ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് സ്തുതി തുടങ്ങി. ഇപ്പം പറയുകയാണ് എനിക്ക് ആനയുടെ ശരീരവും വേണ്ട, ഒരു ശരീരവും വേണ്ട. ഇതോട് കൂടിയിട്ടാണ് കഴിയണം എൻ്റെ പ്രപഞ്ചം, ജീവിതം. സർവേശ്വര ഇനി ഈ പ്രപഞ്ചത്തിലേക്ക് വരരുത്. അതാണ് ഇപ്പം എനിക്ക് വേണ്ടത്. ആനയുടെ ജന്മം എനിക്ക് വേണ്ട, ശരീരം എനിക്ക് വേണ്ട. മുതലയുടെ പിടിപാടുന്ന രക്ഷ കിട്ടിയിട്ട് ജീവിക്കണം എന്നെനിക്കില്ല. അതിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നത് ശരീരം വിട്ടിട്ട് അങ്ങയിലേക്കാണ് വരികയാണ്. ഇനി അങ്ങ് വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഞാനിതാ വരുന്നു. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ.
നാരായണാഖില ഗുരോ ഭഗവൻ നമത്തെ. ആ താമരപ്പൂവ് അർച്ചിക്കാനുള്ള ശക്തിയില്ല. അപ്പോഴേക്കും ഭഗവാൻ ശംഖചക്രഗദാവത്മാദികൾ ധരിച്ച് നീലമേഘശ്യാമള സ്വരൂപത്തോടുകൂടി മഞ്ഞപ്പെട്ടുടുത്ത് ഗരുഡൻ്റെ പുറത്ത് കയറിയിട്ട് അവിടെ വരികയാണ്. ആ താമരപ്പൂ മേടിച്ചു. അതാണ് ഭഗവാന്റെ കയ്യിൽ ഇപ്പോഴും ആ ഓർമ്മയ്ക്കായിട്ടുള്ളത് എന്നാണ്. ഗജേന്ദ്രൻ വിഷ്ണു സ്വരൂപമായ മുതലേ സുദർശന ചക്രം കൊണ്ട് അങ്ങോട്ട് വധിച്ചു. മുതലയിട്ട് പോയിട്ട് അത് ഹൂഹു എന്ന് പറഞ്ഞിട്ടുള്ള ഗന്ധർവനായിരുന്നു. പഴയ ജന്മത്തിൽ ദേവല മഹർഷിയുടെ കാല് പിടിച്ച് വലിച്ചപ്പോൾ മുതലയുടെ സ്വഭാവം കാണിക്കുന്ന നീന്തി കളിക്കായിരുന്നു ഇവൻ ഗന്ധർവനാണ്, നീ മുതലയിട്ട് പോയിട്ടേ എന്ന് ശപിച്ചതാണ്. ആ മുതലയ്ക്ക് മുതലയുടെ സ്വരൂപമേ കിട്ടിയുള്ളൂ, മോക്ഷം കിട്ടിയില്ല. ഗന്ധർവൻ്റെ സ്വരൂപമേ കിട്ടിയുള്ളൂ. മുതലയുടെ സ്വരൂപം മാറ്റി ഗന്ധർവൻ്റെ സ്വരൂപം ഹൂഹു ഗന്ധർവനാക്കി. അങ്ങനെ രണ്ട് വിഷ്ണു അവിടെ കാണപ്പെട്ടു. ഒന്ന് സാക്ഷാൽ മഹാവിഷ്ണു, ഒന്ന് ഗജേന്ദ്രനും. ഗരുഡൻ്റെ പുറത്ത് കയറി പരസ്പരം സംഭാഷണമൊക്കെ നടത്തിക്കൊണ്ടതാ അല്ലേ. അഗ്നി തൊട്ട ദേവവർഗം നോക്കി നോക്കി നിൽക്കേ അല്ലലെന്നെ പരസ്പരം സല്ലപിച്ചും കൊണ്ട്. പരസ്പരം ചേർന്ന നീലവാനിൽ ചേർന്നു അങ്ങോട്ട് പോണതായിട്ട് എല്ലാ ദേവന്മാരും നോക്കി നിൽക്കേ ഗജേന്ദ്രൻ മുക്തനായി എന്ന് പറയുകയാണ്. രണ്ട് വിഷ്ണു സ്വരൂപം ആയിട്ട് വൈകുണ്ഠത്തിലേക്ക് പോയി എന്നും പറഞ്ഞിട്ടാണ് ഗജേന്ദ്രമോക്ഷം. അതാരായിരുന്നു ഈ ഗജേന്ദ്രൻ? അവൻ്റെ പൂർവജന്മ കഥ, ഹൂഹുവിൻ്റെ കഥയെല്ലാം കൂടിയിട്ട് ഗജേന്ദ്രമോക്ഷത്തിൻ്റെ ആ ഫലശ്രുതി ഒക്കെ മറ്റൊരധ്യായത്തിൽ ചുരുക്കമായിട്ട് പറയുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോതി യത്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.